മാരുതി പപ്പടം, ടാറ്റയും മഹീന്ദ്രയും ഉരുക്ക്, സ്ഥിരമായിട്ട് ആൾക്കാർ പറയുന്നതാണിത് അല്ലേ? എന്തിന്റെ ബേസിസിലാണ് ഇവരിങ്ങനെ പറയുന്നത്? മാരുതിക്ക് വെയിറ്റ് കുറവായതുകൊണ്ടോ, അതോ ടാറ്റയ്ക്കും മഹീന്ദ്രയ്ക്കും ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളതുകൊണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സ്വിഫ്റ്റ് ഡിസയറിനും വിക്ടോറിയസിനൊക്കെ 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് നടന്നിരുന്നു. ഒരു KSRTC ബസ്സിലേക്ക് ഒരു ഥാർ റോക്സ് ചെന്നിടിച്ചിട്ട് ആ കാറിലുണ്ടായിരുന്ന 2 കുട്ടികളടക്കം 3 പേര് മരണമടഞ്ഞിരുന്നു. വളരെ വേദനയോടെയാണ് നമ്മൾ ആ വാർത്ത കേട്ടത്. അപ്പോൾ ആ ആക്സിഡന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ചേട്ടൻ ഒരു വീഡിയോ ചെയ്തത് ഞാൻ കാണാനിടയായി. അതിൽ ആ ചേട്ടൻ ചോദിക്കുന്നത്, ഇത്രയും വിലപിടിപ്പുള്ള ഓഫ് റോഡ് കാറായ ഥാർ റോക്സ് പോലും സേഫ് അല്ലെങ്കിൽ, ഇങ്ങനെ ഒരു ക്രാഷിൽ പോലും ആൾക്കാരെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വില കുറഞ്ഞ മാരുതിയുടെ കാറുകൾ വാങ്ങിച്ചാൽ പോരെ എന്നാണ്. ആ ചേട്ടൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒത്തിരി ടെക്നിക്കൽ അല്ലാതെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ക്രാഷ് ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ സിനിമാ പ്രാന്തുള്ള വണ്ടി പ്രാന്തന്റെ മറ്റൊരു കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു പുതിയ വാഹനം വാങ്ങിക്കുമ്പോൾ അതിന് എത്ര പവർ ഉണ്ട്, എത്ര മൈലേജ് ഉണ്ട്, എത്ര ഫീച്ചേഴ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട് അല്ലേ? പക്ഷെ നമ്മൾ എപ്പോഴും അവഗണിക്കാറുള്ള ഒരു കാര്യമാണ് സേഫ്റ്റി. ഈ സേഫ്റ്റിയുടെ അടിത്തറയാണ് ക്രാഷ് ടെസ്റ്റുകൾ. അപ്പൊ എന്താണ് ഈ ക്രാഷ് ടെസ്റ്റുകൾ? ഒരു അപകടം ഉണ്ടാകുമ്പോൾ അത് എത്രത്തോളം അതിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരെ ബാധിക്കുന്നു എന്നറിയാനുള്ള കൺട്രോൾഡ് കൊളീഷൻസ് ആണ് ഈ ക്രാഷ് ടെസ്റ്റുകൾ. പലതരം ക്രാഷ് ടെസ്റ്റുകൾ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളിവിടെ ഫ്രണ്ടൽ ക്രാഷ് ടെസ്റ്റിനെ പറ്റി മാത്രമാണ് തൽക്കാലം സംസാരിക്കുന്നത്. അതായത് ഫ്രണ്ടൽ കൊളീഷനിൽ അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫിക്സഡ് ബാരിയറിലേക്ക് കാറ് 64 കിലോമീറ്റർ സ്പീഡിൽ ചെന്ന് ഇടിക്കും. അപ്പോൾ ഈ കാറിലുണ്ടാവുന്ന ഇമ്പാക്ട്, ഈ 64 km/h എന്ന് പറഞ്ഞ സ്പീഡ് സെലക്ട് ചെയ്യാൻ ഒരു കാരണമുണ്ട് കേട്ടോ. കാരണം ഭൂരിഭാഗം ആക്സിഡൻസ് നടക്കുന്നത് ഈ സ്പീഡിലോ അതിന് താഴെയോ ആണ്. അപ്പോൾ അതിലൂടെ അവർ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ വണ്ടിയുടെ ക്രംബിൾ സോൺ, എയർ ബാഗ്, സീറ്റ് ബെൽറ്റിന്റെ എഫക്റ്റീവ്നെസ്, അതേപോലെ ടെസ്റ്റ് ഡമ്മീസിൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റുകൾ, ഇതൊക്കെയാണ് അവർ ചെക്ക് ചെയ്യുന്നത്. പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഞാൻ വളരെ സാവധാനമാണ് വണ്ടി ഓടിക്കുന്നത് അതുകൊണ്ട് ഞാൻ സേഫ് ആണെന്നൊക്കെ. പക്ഷേ നിങ്ങൾ മാത്രമല്ലല്ലോ റോഡിൽ, മറ്റൊരാൾ അതിവേഗത്തിൽ വന്ന് നിങ്ങളുടെ കാറിലിടിച്ചാലും അപകടം ഉണ്ടാവാം. അപ്പോൾ നിങ്ങളൊരു ഹൈ സേഫ്റ്റി ഉള്ള കാറിലാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് രക്ഷിക്കാനാവൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളിവിടെ ഫ്രണ്ടൽ ക്രാഷ് ടെസ്റ്റുകൾ മാത്രമാണ് കേട്ടോ കൺസിഡർ ചെയ്യുന്നത്. അതായത് 2 കാറുകൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഹെഡ് ഓൺ കൊളീഷൻസ് സംഭവിച്ചാൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്, അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഭാരത് NCAP, ഗ്ലോബൽ NCAP 5 സ്റ്റാർ റേറ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ 5 സ്റ്റാർ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് ബാരിയറിലേക്ക് കാറ് 64 km/h ചെന്ന് ഇടിച്ചു കഴിയുമ്പോൾ അതിലെ പാസഞ്ചേഴ്സിന് കൊടുക്കുന്ന പ്രൊട്ടക്ഷനാണ്. അപ്പോൾ 5 സ്റ്റാർ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ പാസഞ്ചേഴ്സ് ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് അർത്ഥം. 0 സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ തീരെ പ്രൊട്ടക്ഷൻ ഇല്ല എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഈ ക്രാഷ് ടെസ്റ്റിന്റെ ബേസ് വെച്ചിട്ട് കുറച്ച് റിയൽ വേൾഡ് ഹെഡ് ഓൺ കൊളീഷൻസ് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഥാർ റോക്സ് തന്നെ എടുക്കാം. ഥാർ റോക്സിന്റെ ക്രാഷ് ടെസ്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 2288 കിലോഗ്രാം ആണ്. അപ്പോൾ ഒരു ഥാർ റോക്സ് 64 km സ്പീഡിൽ വരുന്നു, മറ്റൊരു ഥാർ റോക്സ് 64 km/h ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നു. രണ്ടും കൂടെ ഹെഡ് ഓൺ കൊളീഷൻ നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കൊളീഷൻ നടന്നാൽ 64 km സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു ഥാർ റോക്സ് ഒരു ഫിക്സഡ് ബാരിയറിലേക്ക് ഇടിക്കുന്ന സെയിം എഫക്റ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇതൊരു 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള കാർ ആയതുകൊണ്ട് ഇതിനകത്തെ ഒക്യുപ്പൻസ് എല്ലാം സേഫ് ആയിരിക്കും. ഇനി നമുക്ക് സ്വിഫ്റ്റ് ഡിസയർ എടുക്കാം. സ്വിഫ്റ്റ് ഡിസയറും ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള കാറാണ്. സ്വിഫ്റ്റ് ഡിസയറിൻ്റെ ക്രാഷ് ടെസ്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 1185 കിലോഗ്രാം ആണ്. അപ്പോൾ ഒരു സ്വിഫ്റ്റ് ഡിസയർ 64 km സ്പീഡിൽ വരുന്നു, എതിരെ ഒരു ഥാർ റോക്സ് വരുന്നു. ഥാർ റോക്സും 64 km/h തന്നെയാണ് വരുന്നത്. ഇത് രണ്ടും കൂടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ, ഒരു ഹെഡ് ഓൺ കൊളീഷൻ ഉണ്ടായാൽ, ഥാർ റോക്സിന് ഒരു ഫിക്സഡ് ഒബ്ജക്റ്റിലേക്ക് 44 km സ്പീഡിൽ ചെന്നിരിക്കുന്ന ഇമ്പാക്റ്റും സ്വിഫ്റ്റ് ഡിസയറിന് ഒരു ഫിക്സഡ് ഒബ്ജക്റ്റിലേക്ക് 84 km സ്പീഡിൽ ചെന്നിരിക്കുന്ന ഇമ്പാക്റ്റുമായിരിക്കും ഉണ്ടാവുക. ഥാർ റോക്സിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ 64 km താഴെ സേഫ് ആണ്. അപ്പോൾ ഥാർ റോക്സിലെ ഓക്യുപ്പൻസ് സേഫ് ആയിരിക്കും. പക്ഷേ സ്വിഫ്റ്റ് ഡിസയറിനെ സംബന്ധിച്ച് സ്വിഫ്റ്റ് ഡിസയർ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള കാർ ആണെങ്കിൽ പോലും ഈ ഒരു ഇമ്പാക്റ്റിൽ, അതായത് ഒരു ഹെവിയർ ആയിട്ടുള്ള ഥാർ റോക്സ് വന്നിരിക്കുമ്പോൾ അതിലുണ്ടാകുന്ന നെറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് 84 km/h ആണ്. ആ ഒരു സ്പീഡിലല്ല സ്വിഫ്റ്റ് ഡിസയറിന് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളത്. 64 km/h സ്വിഫ്റ്റ് ഡിസയറിന് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളത്. അപ്പോൾ ആ ഒരു സ്പീഡിൽ ഈ 5 സ്റ്റാർ റേറ്റിംഗ് വാലിഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെ ഒക്യുപ്പൻസിന് ഇഞ്ചുറി പറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ഥാർ റോക്സും KSRTCയും തമ്മിലുള്ളൊരു ഹെഡ് ഓൺ കൊളീഷൻ നോക്കാം. ഥാറിൻ്റെയും KSRTCയുടെയും സ്പീഡ് 64 km/h ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. KSRTCയുടെ വെയിറ്റ് ഏകദേശം 7000 കിലോയാണ്. പക്ഷേ അതിൽ പാസഞ്ചേഴ്സ് ഇല്ലാതെയാണ്. പാസഞ്ചേഴ്സും കൂടെ കൂട്ടി നമുക്ക് ഏകദേശം 10000 കിലോ ഉണ്ട് എന്ന് വിചാരിക്കാം. അതായത് 60 കിലോഗ്രാം വെയിറ്റുള്ള 50 പാസഞ്ചേഴ്സ്. അങ്ങനെ ടോട്ടൽ വെയിറ്റ് 10000 കിലോയാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം.
അപ്പോൾ അങ്ങനെ 2258 കിലോഗ്രാം ഉള്ളൊരു ഥാർ റോക്സും 10,000 കിലോയുള്ള KSRTCയും 64 കിലോമീറ്റർ സ്പീഡിൽ വന്ന് ഹെഡ് ഓൺ പൊല്യൂഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ KSRTC ഒരു ഫിക്സഡ് ഒബ്ജക്റ്റിലേക്ക് 24 കിലോമീറ്റർ സ്പീഡിൽ ചെന്ന് ഇരിക്കുന്ന ഇമ്പാക്റ്റും ഥാർ റോക്സ് 104 കിലോമീറ്റർ സ്പീഡിൽ ചെന്ന് ഒരു ഫിക്സഡ് ഒബ്ജക്റ്റിലേക്ക് ചെന്നിരിക്കുന്ന ഇമ്പാക്റ്റും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ സ്പീഡിൽ ഥാർ റോക്സിന് 5 സ്റ്റാർ റേറ്റിംഗ് വാലിഡ് അല്ല. അതുകൊണ്ട് തന്നെ അതിലെ ഓക്യുപ്പൻസിന് സീരിയസ് ആയ ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇതേ KSRTCയിലേക്ക് 1185 കിലോ ഉള്ളൊരു ഡിസയറാണ് ഇതേ സ്പീഡിൽ ഇരിക്കുന്നത് എങ്കിൽ KSRTCയിൽ വരുന്ന ഇമ്പാക്റ്റ് വെറും 14 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഉള്ള ഇമ്പാക്റ്റ് ആയിരിക്കും. അതേസമയം ഡിസയറിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 114 കിലോമീറ്റർ പെർ അവറാണ്. ഒരു ഫിക്സഡ് ഒബ്ജക്റ്റിലേക്ക് 114 കിലോമീറ്റർ പെർ അവറിൽ ചെന്ന് ഇടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും ഡിസയറിന് ഉണ്ടാവുക. ആ ഒരു സ്പീഡിൽ അതിലെ ഓക്യുപ്പൻസിന് വളരെ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി സംഭവിക്കാനാണ് ചാൻസ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഹെഡ് ഓൺ കൊളീഷൻസുകളിൽ മൊമെൻറ്റം, അതായത് മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന ഫാക്ടറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് വണ്ടിയുടെ മാസും വണ്ടിയുടെ സ്പീഡും. അപ്പോൾ ഒരേ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഥാറും ഡിസയറും തമ്മിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഡിസയർ പപ്പടാണ്. ഒരേ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഥാറും KSRTCയും തമ്മിൽ ഇടിച്ചു കഴിഞ്ഞാൽ ധാറ് പപ്പടാണ്. അപ്പോൾ ഒരു വണ്ടിയെയും പപ്പടമെന്നോ ഉരുക്കുന്നോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കേണ്ട ഒരാവശ്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലർ പറയാറുണ്ടല്ലോ, ഞാൻ വളരെ സാവകാശമാണ് വണ്ടി ഓടിക്കുന്നതെന്ന്. അങ്ങനെ സംഭവിക്കുന്ന ഒരു കേസ് കൊണ്ട് നമുക്ക് നോക്കാം. ഒരു സ്വിഫ്റ്റ് ഡിസയറിൽ ഒരാൾ 40 കിലോമീറ്റർ പെർ അവറിൽ ട്രാവൽ ചെയ്യുന്നു. അതായത് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള കാറാണ്. മറ്റൊരു ദിശയിൽ നിന്ന് ഥാർ റോക്സ് വരുന്നു. ഥാർ റോക്സ് വെറും 60 കിലോമീറ്റർ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ തമ്മിലൊരു ഹെഡ് ഓൺ കൊളീഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയാമോ? അതായത് ഫിക്സഡ് ഒബ്ജക്റ്റിലേക്ക് 66 കിലോമീറ്റർ സ്പീഡിൽ ചെന്ന് ഇടിച്ച ഒരു ഇഫക്റ്റ് ആയിരിക്കും ഡിസയറിനുണ്ടാവുക. ആ സ്പീഡിൽ 5 സ്റ്റാർ റേറ്റിംഗ് വാലിഡ് അല്ല. ധാർ റോക്സിലാവട്ടെ വെറും 34 കിലോമീറ്റർ പെർ അവറിൻ്റെ ഇമ്പാക്റ്റ്. പിന്നെ ഈ പറഞ്ഞ കേസുകളിലെല്ലാം സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്ന് വിചാരിക്കുക, എങ്കിൽ വളരെ മോശമായിരിക്കും അതിനകത്തെ ആൾക്കാരുടെ അവസ്ഥ. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലിരിക്കുന്നവരാവട്ടെ ബാക്കിലിരിക്കുന്നവരാവട്ടെ ഈവൻ 30 കിലോമീറ്റർ സ്പീഡിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് സീരിയസ് ഇഞ്ചുറീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാനിത് പറയാൻ കാര്യം, ഞാൻ ഇന്നാൾ ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനിയത്തിയും അമ്മയും കൂടെ ഒരു കാറിൽ യാത്ര ചെയ്യായിരുന്നു. അദ്ദേഹം അനിയത്തിയും ഫ്രണ്ടിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു, ബാക്കിൽ അമ്മ സീറ്റ് ബെൽറ്റ് ഇടാതെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഒരു ജംഗ്ഷനിൽ വെച്ച് ഇദ്ദേഹം ഉറങ്ങിപ്പോയി. അപ്പോൾ മറ്റൊരു വണ്ടിയിലേക്ക് ചെന്ന് ഇടിച്ചു. ഈ അമ്മയ്ക്ക് ഉണ്ടായ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്ത ഇഞ്ചുറിയാണ് ഉണ്ടായത്. അപ്പോൾ അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ 30 കിലോമീറ്റർ സ്പീഡിൽ ഒരു ജംഗ്ഷനാണ്, അവിടെ വെച്ച് ഇദ്ദേഹം ഉറങ്ങിപ്പോയപ്പോൾ മറ്റൊരു കാറിലേക്ക് ഇടിച്ചു. ആ ഒരു ഇമ്പാക്റ്റിൽ ഈ അമ്മ സീറ്റ് ബെൽറ്റ് ഇടാത്ത കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് തലയെല്ലാം ഇടിച്ച് അങ്ങനെയാണ് ഇഞ്ചുറി ഉണ്ടായത്. അതായത് ഒരു കുപ്പിക്കകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഒബ്ജക്റ്റ് ഇട്ടിട്ട് നമ്മളിട്ട് കുലുക്കി കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് ഉണ്ടാകുന്ന എഫക്റ്റ് അതായിരിക്കും നമുക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന എഫക്റ്റ്. അപ്പോൾ ഒരു ഹെഡ് ഓൺ കൊളീഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇടിച്ചാൽ എന്തൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വണ്ടി വളരെ സേഫായിട്ട് ഓടിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കുക, പെർമിറ്റഡ് സ്പീഡ് ലിമിറ്റ്സിൽ വണ്ടി ഓടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ ഞാൻ വിട്ടുപോയ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.